കളിച്ച ക്ലബ്ബുകൾക്ക് വേണ്ടിയൊക്കെ നിരവധി നേട്ടങ്ങൾ കൊയ്തെടുത്ത താരമാണ് ജൂലിയൻ അൽവാരസ് എന്ന അർജന്റീനയുടെയും ഇപ്പോഴത്തെ അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെയും മിന്നും താരം. കളിച്ച ടീമുകൾക്ക് വേണ്ടിയെല്ലാം ഒരു ട്രോഫിയെങ്കിലും നേടിയെടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. പക്ഷേ അത്ലറ്റിക്കോ മാഡ്രിഡിൽ എത്തിയതിനു ശേഷം ഒരു ട്രോഫി പോലും നേടാൻ അദ്ദേഹത്തിന് ഇതുവരെ സാധിച്ചിട്ടില്ല. ഇപ്പോഴത്തെ ഫാബ്രിസിയോ റൊമാനോയുടെ റിപ്പോർട്ട് പ്രകാരം ജൂലിയൻ അൽവാരസിനെ സ്വന്തമാക്കാൻ നിരവധി ക്ലബ്ബുകളാണ് ഈ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ ശ്രമിക്കുന്നതെന്ന്. യൂറോപ്പിലെ വമ്പന്മാരെല്ലാം തന്നെ ജൂലിയൻ അൽവാരസിന് പുറകെ എന്നാണ് ഫാബ്രിസിയോ റൊമാനോയുടെ റിപ്പോർട്ട്. FC ബാഴ്സലോണ തങ്ങളുടെ ലെവൻഡോസ്കിയുടെ പിൻഗാമിയായി ജൂലിയൻ അൽവാരസിനെ കാണുന്നുണ്ടെന്നും അദ്ദേഹത്തെ സ്വന്തമാക്കാൻ വേണ്ടി ഡെക്കോ തന്നെ നേരത്തെ ജൂലിയൻ അൽവാരസുമായി സംഭാഷണത്തിൽ ഏർപ്പെട്ടുമെന്നുമാണ് റിപ്പോർട്ടുകൾ. FC ബാഴ്സലോണയ്ക്ക് പുറമെ പ്രീമിയർ ലീഗിലെ വമ്പന്മാരായ ആഴ്സണൽ 200 മില്യൺ വരെ തുക കൊടുത്ത് ജൂലിയൻ അൽവാരസിനെ സ്വന്തമാക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട്. എന്നിരുന്നാലും അത്ലറ്റിക്കോ മാഡ്രിഡ് തങ്ങളുടെ കീ പ്ലെയറായി ജൂലിയൻ അൽവാരസിനെ കാണുന്നുവെന്നും അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ വിട്ടു നൽകാൻ സാധ്യതയില്ലെന്നും, എങ്കിലും താരത്തിൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും പ്രഷർ വന്നാലോ അല്ലെങ്കിൽ വലിയൊരു ഓഫർ വന്നാലോ ചിലപ്പോൾ അത്ലറ്റിക്കോ മാഡ്രിഡ് താരത്തെ വിട്ടു നൽകാൻ സാധ്യതയുണ്ടെന്നും ജൂലിയൻ അൽവാരസിനെ സ്വന്തമാക്കാൻ നിരവധി ക്ലബ്ബുകളാണ് ശ്രമിക്കുന്നതെന്നും ഫാബ്രിസിയോ റൊമാനോയുടെ റിപ്പോർട്ട്. മെയിൽ സ്പോർട്ടിൻ്റെ റിപ്പോർട്ട് പ്രകാരം ആഴ്സണലും ബാഴ്സലോണയും മാത്രമല്ല ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ വമ്പന്മാരായ ചെൽസിയും ലീഗ് 1 വമ്പന്മാരായ PSG യും ജൂലിയൻ അൽവാരസിനെ സ്വന്തമാക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ.